സ്ഥാനാർത്ഥി നിർണയം പഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ, നഗരസഭയിൽ, കോർപ്പറേഷനിൽ, ജില്ലാ പഞ്ചായത്തിൽ വരെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. ഇന്നോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് 24-ാം തീയതി നോമിനേഷൻ പിൻവലിക്കേണ്ട ദിവസം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നാണ്. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, കൂടുതൽ വഷളാകുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് വയനാട് ജില്ലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. വയനാട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ വിമതനായി നോമിനേഷൻ കൊടുത്തിരിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. എന്താണ് വയനാട് ജില്ലയിൽ സംഭവിക്കുന്നത്? വയനാട് ജില്ലയിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആകെയുള്ളത് 2 പേർ. ഇതാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയ വിമർശനം ഉയർന്നു വരാൻ കാരണം. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നുണ്ട്, സമസ്തയിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നുണ്ട്, മുസ്ലിം സമുദായ സംഘടനകളിൽ നിന്ന് വേറെ വിമർശനങ്ങൾ പരസ്യമാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇങ്ങനെയാണ്: അയ്യൂബ് മുട്ടിൽ, SKSSFിൻ്റെ സംസ്ഥാന ട്രഷററാണ് അയ്യൂബ് മുട്ടിൽ. SKSSF എന്ന് വെച്ചാൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, അവരുടെ വിദ്യാർത്ഥി വിഭാഗമാണ് സമസ്തയുടെ. സംസ്ഥാന ട്രഷറർ അയ്യൂബ് മുട്ടിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്: വയനാട് ജില്ലാ പഞ്ചായത്ത്, കൽപ്പറ്റ, ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവയെ മുസ്ലിം മുക്തമാക്കിയ കോൺഗ്രസിന് സ്തുതി അർപ്പിക്കുന്നു. പനമരം, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൽ 1 വീതം നൽകിയ സീറ്റ് കാസക്ക് തന്നെ തിരിച്ച് നൽകുക. കൽപ്പറ്റ സീറ്റ് വഴി നിയമസഭയിൽ ശാശ്വതമായി ഇരിക്കാൻ ഈ പണിയൊപ്പിച്ച യൂദാസ് സിദ്ദിഖിനും അഭിവാദ്യങ്ങൾ. കൽപ്പറ്റയും ബത്തേരിയുമൊക്കെ മുസ്ലിം വോട്ടില്ലാതെ 2026 കടക്കാൻ വേണ്ട പണിയും കൂടി എടുത്തുകൊള്ളുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. കൽപ്പറ്റയും ബത്തേരിയുമൊക്കെ മുസ്ലിം വോട്ടില്ലാതെ 2026 കടക്കാൻ വേണ്ട പണിയും കൂടി എടുത്തുകൊള്ളുക എന്ന്. 2026 കടക്കാൻ നിങ്ങൾ ഒരു പണി കൂടി എടുക്കണം. മുസ്ലിം വോട്ടില്ലാതെ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കണം എന്നാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 2 സീറ്റാണ് അനുവദിച്ചത്. ആകെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലില്ല, തീരെയില്ല എന്ന് പറയുന്നില്ല, 2 പേരുണ്ട്. ആകെയുള്ള 2 പേർ. ഏകദേശം 53-ലധികം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലെ കോൺഗ്രസ്. അതിൽ 2 സീറ്റ് മാത്രമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്നത്. അതിന് കോൺഗ്രസ് പറയുന്ന ന്യായീകരണമുണ്ട്. മുസ്ലിം ലീഗുമായി സഖ്യമുണ്ട്. മുസ്ലിം ലീഗുമായി സഖ്യമുള്ള ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ്. ഏകദേശം എല്ലാവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൽപ്പെട്ട സീറ്റുകളിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സാമുദായിക സമവാക്യം അത് തെറ്റിപ്പോകും. അതുകൊണ്ട് കോൺഗ്രസിൽ മത്സരിക്കുന്നവർ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവരുമായിരിക്കണം. ഇത് സാമുദായിക സമവാക്യം അല്ലെങ്കിൽ സാമുദായിക സന്തുലനം പാലിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല മുസ്ലിം സംഘടനകൾ. ജമാഅത്തെ ഇസ്ലാമിയാണ് കാര്യമായ വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഇതാ SKSS നേതാവിൻ്റെ പ്രസ്താവനയും കൂടി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ആകെ നൽകിയ 2 സീറ്റ് കൂടി കാസക്ക് നൽകൂ എന്നാണ്. കാസ എന്ന സംഘടന ക്രൈസ്തവ മതവിഭാഗത്തിൽ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ്, BJPയോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ്. അങ്ങനെയുള്ള കാസയിൽപ്പെട്ടവർക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടിയിട്ടുണ്ട് എന്ന ആരോപണവും കൂടി മുന്നോട്ട് വെക്കുകയാണ് മുസ്ലിം സംഘടനകൾ. അത് ഗുരുതരമായ ആരോപണം തന്നെയാണ്. BJPയോടൊപ്പം നിൽക്കുന്ന, BJPക്ക് വേണ്ടി വാദിക്കുന്ന, മോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കാസ എന്ന സംഘടനയിൽപ്പെട്ടവർക്ക് എന്തിന് കോൺഗ്രസ് ടിക്കറ്റിൽ സീറ്റ് നൽകി എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് മുസ്ലിം സംഘടനകൾ. മറുപടി പറയണം കോൺഗ്രസ്. T സിദ്ദിഖിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. T സിദ്ദിഖ് ആണ് ഈ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹത്തിന് അടുത്ത തവണ ജയിക്കാൻ കൂടി ആവശ്യമായ ഇടപെടൽ നടത്തിക്കോളൂ മുസ്ലിം വോട്ടില്ലാതെ എന്നുകൂടി പറയുന്നുണ്ട് അയ്യൂബ് മുട്ടിൽ. മലബാർ പ്രദേശത്ത്
മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയിൽ മുസ്ലിം ലീഗ് തന്നെയാണ് ആധിപത്യം പുലർത്തുന്നത്. അവർക്കാണ് കൂടുതൽ സീറ്റുള്ളത്. അവരാണ് കോൺഗ്രസിനെ പോലും ജയിപ്പിക്കുന്നത്. അവരാണ് കോൺഗ്രസിന് സീറ്റ് നൽകുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ, മലബാർ മേഖലയിൽ എല്ലാ തലങ്ങളിലും കോൺഗ്രസിനെ പൂർണ്ണമായും വിഴുങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളും. അല്പം ചെറുത്തുനിൽപ്പ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വയനാട്ടിൽ നിന്ന് മാത്രമാണ്. എന്നാൽ അതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വരികയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്ക് വന്നാലോ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ, ഒരു പരിധിവരെ തൃശ്ശൂർ വരെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ. പഞ്ചായത്ത് സീറ്റ് പോലും നൽകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത നിയമസഭയിലേക്ക് സീറ്റ് നൽകുമോ എന്ന ചോദ്യമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉയരുന്നത്. ഇത് വലിയ ചോദ്യം കോൺഗ്രസിന് മുന്നിൽ ഉയർത്തുന്നുണ്ട്. സാധാരണ UDFൽ കോൺഗ്രസ്സാണ് എപ്പോഴും മേൽക്കൈ ഉണ്ടാവുക, ഒന്നാം കക്ഷി എന്ന നിലയിൽ. പക്ഷേ ഇപ്പോൾ അത് മാറി മാറി വരികയാണ്. മലബാറിൽ മുസ്ലിം ലീഗായി ഒന്നാം കക്ഷി. എന്നാൽ തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് ആ മേൽക്കൈ നിലനിർത്തുന്നുണ്ട്. എത്ര കാലം? ഈ ചോദ്യമാണ് ഉയരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലഭിച്ച സീറ്റുകളിലേക്കാളും കൂടുതൽ സീറ്റ് മത്സരിക്കാൻ വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കും. 30 സീറ്റാണ് മനസ്സിൽ കാണുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി സീറ്റ് കൊടുക്കണം. അതല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കേണ്ടി വരും. അതും കൂടി മുസ്ലിം ലീഗിന് കൊടുത്ത് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് സീറ്റ് കൊടുക്കുന്ന രീതിയിലേക്കാണ് കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള രഹസ്യധാരണ എന്നാണ് പുറത്തു വന്ന വിവരം. അതനുസരിച്ചാണെങ്കിൽ കൂടുതൽ സീറ്റ് നൽകണം മുസ്ലിം ലീഗിന്. അത് എത്ര എന്ന ചോദ്യം വരുന്നുണ്ട്. 30 ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. അതും പോരാ, അതിലും കൂടുതൽ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് മുസ്ലിം ലീഗ്. അതോടൊപ്പം നിയമസഭയിൽ UDF അധികാരത്തിൽ വന്നാൽ കൂടുതൽ സ്ഥാനങ്ങൾ ചോദിക്കാൻ, മന്ത്രിസ്ഥാനം 5 മന്ത്രിസ്ഥാനമുണ്ട് ഇപ്പോൾ നിലവിൽ. നേരത്തെ 5ാം മന്ത്രി എന്ന വിവാദമൊക്കെ നാം കണ്ടതാണ്. 4 മന്ത്രിസ്ഥാനമാണ് ലീഗിന് നൽകിയത്. എന്നാൽ കഴിഞ്ഞ തവണ 5 മന്ത്രിമാരെ വേണമെന്ന് വലിയ വാശി പിടിക്കുകയും മുന്നണിക്കകത്ത് തർക്കമാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 5 മന്ത്രിസ്ഥാനം നൽകിയിരുന്നു. ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നായിരിക്കും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുക. പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ ലീഗ് വലിയ സമ്മർദ്ദം ചെലുത്തും കോൺഗ്രസിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കോൺഗ്രസിനെ മെല്ലെ മെല്ലെ വിഴുങ്ങാനുള്ള മുസ്ലിം ലീഗിൻ്റെ നീക്കം, മുസ്ലിം സംഘടനകളുടെ നീക്കം, സമസ്തയുടെ നീക്കം. ഇതെല്ലാം വലിയ ചർച്ച പൊതുവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനെ മുസ്ലിം ലീഗ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്പമെങ്കിലും ചെറുത്തുനിൽപ്പ് തെക്കൻ കേരളത്തിലാണ് ഉള്ളത്. അത് എത്രമാത്രം എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി സഖ്യമായി UDF മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മറ്റെല്ലാ സംഘടനകളും UDFൽ അപ്രസക്തമായി മാറിയിരിക്കുന്നു, അപ്രസക്തമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട UDFലെ രാഷ്ട്രീയ മാറ്റം.